ഇയർഫോൺസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണോ? കൂടെ അലർജി ഉണ്ടോ? എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും സൂക്ഷിച്ചോളൂ. അലർജിയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കണ്ണു ചൊറിച്ചിലുള്ളതുപോലെ തന്നെ ചെവിയിൽ കൂടുതലായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. പ്രധാനമായിട്ടും അലർജിയുള്ള ആളുകൾക്ക് മൂക്കടയുമ്പോൾ തന്നെ മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന യൂസ്റ്റേക്കൻ ട്യൂബിലും ഈ ഇൻഫ്ലമേഷൻ വന്നിട്ട് ചെവിയിൽ മൂളിച്ചുള്ളതായിട്ടും അല്ലെങ്കിൽ ചെവി വേദനയൊക്കെ കൂടുതലായിട്ട് വരാറുണ്ട്. പ്രധാനമായിട്ട് അലർജിയുള്ള ആളുകൾ ഇയർഫോൺസ് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇയർഫോൺസ് യൂസ് ചെയ്യുന്ന വഴി തന്നെ നിങ്ങൾക്ക് ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ചെവി ചൊറിച്ചിലുള്ള ഒരാളാണെങ്കിൽ ഇത് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ചെവിയുടെ കേൾവി കുറയാനും ഇത് കാരണമാവാറുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഉപയോഗം മാക്സിമം ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 60-60 റൂൾ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം വോളിയത്തിന്റെ 60% മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 60 മിനിറ്റ് മാത്രം യൂസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ ജോലി കണ്ടിന്യൂസ് ആയിട്ട് ഇയർഫോൺ യൂസ് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഈ 60-60 റൂൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഇയർഫോൺ യൂസ് ചെയ്തുകൊണ്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾ, ചെവിയിലെ മൂളിച്ച, ചെവി വേദന വരാ, ചെവി ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള, ചെവിയുടെ അലർജി കൂടാനുള്ള സാധ്യത നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അലർജിയുള്ള ആളുകൾ പ്രത്യേകം ഒന്ന് കെയർ ചെയ്യേണ്ടതാണ്. അലർജി ഉള്ളവരെ പോലെ തന്നെ ജനറലി ഇയർഫോൺസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യൂ.